വെയിറ്റ് കൂടി വരുമ്പോഴോ അല്ലെങ്കിൽ വെയിറ്റ് കുറയുമ്പോഴൊക്കെ മിക്ക ആളുകളും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. തൈറോയ്ഡ് ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ മെക്കാനിസം കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സ്കിന്ന്, ഹെയർ, ഡൈജസ്റ്റൻ, മിക്ക ആളുകൾക്കും തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വളരെ കോമൺ ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ, അമിതമായിട്ട് ക്ഷീണം തോന്നുക, ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാണുക, ഇങ്ങനത്തെ ഇഷ്യൂസ് കാണുമ്പോൾ വെയിറ്റ് കൂടി വരുമ്പോഴോ അല്ലെങ്കിൽ വെയിറ്റ് കുറയുമ്പോഴൊക്കെ മിക്ക ആളുകളും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ, അമിതമായിട്ട് ക്ഷീണം തോന്നുക, ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണുക, ഇങ്ങനത്തെ ഇഷ്യൂസ് കാണുമ്പം നിങ്ങൾ നിർബന്ധമായിട്ടും തൈറോയ്ഡ് ലെവൽ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ നോക്കുക. തൈറോയ്ഡ് ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ തൈറോയ്ഡ് ഇംബാലൻസ്, എസ്പെഷ്യലി ഹൈപ്പോതൈറോയിഡിസം റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസുകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു പൂമ്പാറ്റ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. 2 ലോബുകളുണ്ട്, റൈറ്റ് ലോബും ഉണ്ട്, ലെഫ്റ്റ് ലോബും ഉണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഇസ്തുമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷനും ഉണ്ട്. അപ്പം ഈ തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റ്സിനും ഗ്രോത്തിനും മെറ്റബോളിസത്തിനും ഒക്കെ വളരെ രീതിയിൽ തൈറോയ്ഡ് ഗ്രന്ഥി യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ മെക്കാനിസം കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സ്കിന്ന്, ഹെയർ, ഡൈജസ്റ്റൻ, ബോൺ, മസിൽ, എല്ലുകൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഫംഗ്ഷനിങ് കറക്റ്റ് ആക്കാനും തൈറോയ്ഡ് ഗ്രന്ഥി സഹായിക്കുന്നുണ്ട്. അപ്പോൾ മിക്ക ആളുകൾക്കും തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വളരെ കോമൺ ആണ്. ഇപ്പോൾ നമ്മൾ കേസ് എടുക്കുന്ന സമയത്തായാലും മെയിൻ കംപ്ലയിൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഒരു സിവിയർ ഹെയർ ഫോളും വീക്ക്നെസ് പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ കേസ് എടുത്ത് വരുന്ന സമയത്തായിരിക്കും അവർക്ക് തൈറോയ്ഡ് ഇംബാലൻസ് കാണിക്കുന്നതും അതേപോലെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ലക്ഷണങ്ങളും ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ തൈറോയിഡിൻ്റെ ഇംബാലൻസ് കാണിക്കുക എന്ന് പറയുമ്പം 2 രീതിയിലാണ് നമ്മൾ അതിനെ പറയാറ്. ഒന്നുകിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം അധികമാവുക, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷനിങ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അധികമാവുക എന്ന് പറയുമ്പം ഹൈപ്പർ തൈറോയിഡിസം ആണ്. അപ്പോൾ ഇവിടെ T3, T4 എന്ന് പറഞ്ഞിട്ടുള്ള തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ അളവ് കൂടുതലായിട്ട് വരുമ്പം അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് കൂടിയിട്ടുള്ള ഒരു സാധനം അതിന് കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. അതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേര് പോലെ തന്നെയാണ്, ഹൈപ്പർ എന്ന് പറയുമ്പം ഇതെല്ലാം കൂടുതലായിരിക്കും. ഇവിടെ മുടി കൊഴിച്ചിൽ അമിതമായിട്ടുണ്ടാവും, അമിതമായിട്ട് ക്ഷീണം തോന്നുക, ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, വയറ്റിൽ നിന്ന് ഇളകി പോവുക, അമിതമായിട്ട് വേദന അനുഭവപ്പെടുക, സ്റ്റിഫ്നെസ് ഉണ്ടാവുക, സ്കിന്നിലൊക്കെ നന്നായിട്ട് ചൊറിഞ്ഞു പൊട്ടി ഒരു റെഡ് കളർ പോലെയൊക്കെ കാണിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാം ഹൈപ്പർ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പം ഇവിടെ ഹൈപ്പർ ആയതുകൊണ്ട് തന്നെ മെറ്റബോളിസം പെട്ടെന്നായിട്ട് നടക്കും. അപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ പെട്ടെന്ന് അതിനെ ഡൈജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് കത്തിച്ച് കളയും ശരീരം. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡൈജഷൻ നടക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വിശക്കാൻ തുടങ്ങും. എത്ര ഫുഡ് കഴിച്ചാലും വയറ് നിറയാത്തൊരു അവസ്ഥകളുണ്ടാകും. ഇതാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം കുറവാണ്, ഫംഗ്ഷനിങ് വളരെ കുറവാണ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ അളവ് കൂടുതലായിരിക്കും. TSH ലെവൽ എപ്പോഴും ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ കേസസുകളിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സിംറ്റംസ് നോക്കുമ്പം എല്ലാം കുറവ്, ഭയങ്കര ഡള്ളായിരിക്കും, ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഒന്നിനും ഒരു താല്പര്യമില്ല, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് മൂഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലോ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ, വീക്ക്നെസ്. ഈ ഹെയർ ഫോളും വീക്ക്നെസ്സും കോമൺ ആണ്. അതേപോലെ തന്നെ ഇവിടെ വെയിറ്റ് ഗെയിനിങ് ആണ് സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം വളരെ സ്ലോ പ്രോസസ്സ് ആയി നടക്കുന്നതുകൊണ്ട് മെറ്റബോളിസവും വളരെ സ്ലോ ആണ്. അപ്പം ആ ഒരു എനർജീനെ ബേൺ ചെയ്യാൻ ശരീരം വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങൾ എന്ത് ചെയ്യും, അത് മെറ്റബോളൈസ് ചെയ്യാൻ താമസം എടുക്കുകയാണെങ്കിൽ അത് കൊഴുപ്പായിട്ടും അത് ഒരു വെയിറ്റ് ഗെയിനിങ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ മെറ്റബോളിസം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് അധികം തോന്നത്തില്ല. അപ്പോൾ ഫുഡ് കഴിക്കാതെ തന്നെ അവർക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ കാരണം നമുക്ക് വെയിറ്റ് ഗെയിനിങ് സംഭവിക്കാവുന്നതാണ്. പിന്നെ വയറ്റിൽ നിന്ന് ഒട്ടും പോവാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ ആണ് ഇതിൻ്റെ മെയിൻ ലക്ഷണം. ലൈക്ക് മലബന്ധം, അതായത് കുടലിൻ്റെ മൂവ്മെൻറ്റ്സും വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ വയറ്റിൽ നിന്ന് തീരെ പോവത്തില്ല.
കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവും. വയറ്റിൽ നിന്ന് തീരെ പോവാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫിഷറിൻ്റെ ഇഷ്യൂസ് വരും. അതായത് മലദ്വാരത്തിൻ്റെ ഭാഗത്തായിട്ട് മുറിഞ്ഞ് അവിടെ ബ്ലഡ് വരാനുള്ള സാധ്യതകളുണ്ട്. മലം കട്ടിയാകുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ അവിടുത്തെ വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ്, രക്തധമനികൾക്ക് നീർവീക്കം സംഭവിച്ചിട്ട് അത് പൈൽസ് ആയിട്ട് രൂപപ്പെടാവുന്നതാണ്. സോ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള പൈൽസും ഫിഷറും ഫിസ്റ്റുലയും ഒക്കെ. സോ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കുടലിൻ്റെ ചലനങ്ങൾ വളരെ സ്ലോ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ സ്കിന്നിലൊക്കെ നോക്കുന്ന സമയത്തായാലും ഭയങ്കര ഡ്രൈനെസ് കാണും. ഒരു എക്സിമ പോലത്തെ കണ്ടീഷൻസും കാണിക്കാം. ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ശരീരം മുഴുവൻ വേദന, മസിൽ പെയിൻ സിവിയർ ആയിട്ടുണ്ടാവും, ജോയിൻറ്റ് പെയിൻസ് കാണിക്കാവുന്നതാണ്. ചിലർക്ക് അലർജി ട്രിഗർ ചെയ്യും. കാരണം ഈ വൈറ്റമിൻ ഡി, അലർജി, തൈറോയിഡ് ഇതെല്ലാം ഒരു ട്രയാങ്കിൾ പോലെയാണ്. ഒരു സെൻറ്ററിൽ നമ്മൾ തൈറോയിഡിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 ബ്രാഞ്ചസ് ആയിട്ടാണ് വൈറ്റമിൻ ഡിയും അലർജീനെയും നമ്മൾ നോക്കുന്നത്. വൈറ്റമിൻ ഡിൻ്റെ ഒരു ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഈ തൈറോയിഡും അലർജിയും ട്രിഗർ ആവാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് അലർജി ഉള്ള ആളുകൾക്ക് തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും അസോസിയേറ്റ് ചെയ്ത് വരാം, വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസും വരാം. അപ്പം വൈറ്റമിൻ ഡി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ശരീരത്തിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ ഫംഗ്ഷനും കുറയുമ്പം കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും കുറയും. വൈറ്റമിൻ ഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ശരീരത്തിലേക്ക് കാൽഷ്യം വലിച്ചെടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും കാൽഷ്യം വലിച്ചെടുക്കുന്നത്. അപ്പം വൈറ്റമിൻ ഡി തകരാറിലായ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയും. നമുക്ക് ബോൺ, മസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോപീനിയ പോലത്തെ കണ്ടീഷൻസ് കാണിക്കാവുന്നതാണ്. ഇപ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോൾ കുട്ടികൾക്കൊക്കെ റിക്കറ്റ്സ് എന്ന കണ്ടീഷൻസ് വരും. അതായത് എല്ലുകൾ വളഞ്ഞ് ഒരു ബോ ഷേപ്ഡ് ആയിട്ട് നിൽക്കും. അതായത് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വേദനകൾ അനുഭവപ്പെടാവുന്നതാണ്. അത് നമ്മൾ അഡൽട്ട് ഏജ് അല്ലെങ്കിൽ ഒരു പ്രായം എത്തിയിട്ടുള്ള ആളുകൾക്ക് വൈറ്റമിൻ ഡി വരുന്ന സമയത്ത് ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോപീനിയ, അതായത് മസിലിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് അത് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥകൾ കാണിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ആണ്, വൈറ്റമിൻ ഡിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയാം. ഇനി നമ്മൾ അലർജീൻ്റെ കേസിൽ നോക്കുമ്പം അവിടെ സിവിയർ ആയിട്ടുള്ള തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്, സൈനസൈറ്റിസ് ഇഷ്യൂസ് ഒക്കെ ഒരു പ്രോമിനൻറ്റ് സിംറ്റംസ് ആയിട്ട് കാണിക്കാവുന്നതാണ്. അപ്പം ഈ മൂന്നും ചിലപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് തന്നെ അനുഭവപ്പെടാവുന്നതാണ്. ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും, അലർജി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. തൈറോയ്ഡ് ഓൺ ദ വേ ആയിരിക്കാം. അപ്പം നമ്മൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. ഇനി ഈ ഒരു ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യുന്ന കോസസുകൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത്, തൈറോയ്ഡ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ്. നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഒട്ടും ഓക്കെ അല്ല, അതായത് നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു വീക്ക്നെസ്, ഡൾനെസ് ഒക്കെ അനുഭവപ്പെടാം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ ഓവർ ടെൻസ്ഡ് ആവുക, ഓവർ തിങ്കിങ് ഉണ്ടാവുക, ആങ്സൈറ്റി ഇഷ്യൂസ് വരിക. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം IBS വയറിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇങ്ങനെ എന്തെങ്കിലും ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കുറയ്ക്കും, അത് തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ ഈ ചില ആളുകൾക്ക് ഈ തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് തന്നെ സോറിയാസിസ് ഇഷ്യൂസ് വരാം, വിറ്റിലിഗോൻ്റെ ഇഷ്യൂസും കാണിക്കാം. അതായത് സ്കിന്നിൽ വൈറ്റ് പാച്ചസ് പോലെ കാണിക്കുന്നതാണ് വിറ്റിലിഗോ. സോറിയാസിസ് എന്ന് പറയുമ്പം സ്കിന്നിലെ ആ ഒരു സെൽസ് തന്നെ പോയിട്ട് ഡെഡ് സെൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു സ്കെയിൽസ് പോലെ കാണിക്കാം. അതാണ് സോറിയാസിസ്. അതും ഓട്ടോ ഇമ്മ്യൂൺ ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്, രണ്ടും എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ടും ഫുഡിൽ തന്നെയാണ് മിക്ക ഗോയിട്രോജൻസും പ്രസൻ്റ് ആയിട്ടുള്ളത്. എസ്പെഷ്യലി കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ്, ഇതിലൊക്കെ ഗോയിട്രോജൻ ക്രമാതീതമായിട്ട് കൂടുതലാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തൈറോയ്ഡ് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസുകളുണ്ട്. അതേപോലെ സ്ഥിരമായിട്ട് ഈ കോൺ അല്ലെങ്കിൽ ചോളം, ബജ്ര എന്നൊക്കെ പറയുന്നത്, ചോളം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് കാണിക്കാവുന്നുണ്ട്. അതേപോലെ അയഡൈസ്ഡ് സാൾട്ടിൻ്റെ ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഇഷ്യൂസ് വരാം. കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം, കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ സാൾട്ടിൻ്റെ ഇൻടേക്ക് ബാലൻസ് ചെയ്ത് വരിക. ഒരു 5 മില്ലിഗ്രാം മുതൽ ഒരു 8 മില്ലിഗ്രാം വരെയൊക്കെ നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഷുഗർ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കും ഹോർമോണൽ ഇംബാലൻസ് വരാവുന്നതാണ്. ദെൻ ഒട്ടും വ്യായാമമില്ലാത്ത ആളുകൾക്ക് മസിൽ ഇംബാലൻസ് വരും, മസിൽ വീക്ക്നെസ് വരും, മസിൽ പെയിൻ, ബോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ കാണിക്കാവുന്നതാണ്. ദെൻ ഗ്ലൂട്ടൻ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക്, പാൽ അമിതമായിട്ട് കുടിക്കുന്ന ആളുകൾക്കൊക്കെ തൈറോയ്ഡ് ഇംബാലൻസ് കാണിക്കാം. ഗ്ലൂട്ടൻ ഇൻടോളറൻസ് തൈറോയിഡിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാം. അതേപോലെ തന്നെ ലാക്ടോസ്, മിൽക്ക് ഇൻടോളറൻസ് ഒരു കോമൺ സിംറ്റംസ് ആയിട്ട് പറയാം. ഈ ആട്ട, മൈദ, റവ ഇങ്ങനത്തെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പാല് കുടിക്കുന്ന ആളുകൾക്കൊക്കെ ആയാലും വോമിറ്റിംഗ് സെൻസേഷൻസ് കാണിക്കാം. എന്ന് കരുതി നമുക്കിപ്പം ഡയറി പ്രൊഡക്ട്സിലെ മറ്റുള്ള തൈര്, മോര്, ബട്ടർ മിൽക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇഷ്യൂസ് വരില്ല. മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് നമ്മളെ ഗട്ടിൽ ആബ്സെൻ്റ് ആകുമ്പോഴാണ് അത് ട്രിഗർ ആവുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് പറയാവുന്നതാണ്.
വെയിറ്റ് ഗെയിനിങ് എന്ന് കരുതിയിട്ട് നമ്മളത് നിസ്സാരമായി കാണരുത്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആണെന്ന് കരുതി നിസ്സാരമായി കാണരുത്. സിംറ്റംസ് എന്താണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ സപ്ലിമെൻറ്റ്സ് ഡോക്ടറുടെ അണ്ടറിൽ മാത്രം കഴിക്കുക. ഭക്ഷണത്തിൽ ഗ്ലൂട്ടൻ അതേപോലെ തന്നെ മിൽക്ക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടുതൽ ഇലക്കറികളും അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. നട്ട്സുകൾ ഡെയിലി കഴിക്കുക, എസ്പെഷ്യലി ബദാം, കാഷ്യൂ, വാൽനട്ട്സ് ഇത്തരം നട്ട്സുകൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ ചെറു മത്സ്യങ്ങളും ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കഴുത്തിൻ്റെ എക്സസൈസുകൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.